വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചട്ടിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് 1.5 കപ്പ് മൈദമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ഉപ്പിട്ടു. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു സ്പൂണൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാകത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. നല്ലപോലെ സോഫ്റ്റാക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ ഈ ഒരു അളവിന്, അതായത് 1.5 കപ്പ് മൈദയ്ക്ക് നമ്മൾ ഏകദേശം 6 പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞാനിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാക്കിയിട്ട് തന്നെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള പത്തിരികൾ. അപ്പം അങ്ങനെ അത് കുഴച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാനിത് നമ്മുടെ ചപ്പാത്തി പലക വെച്ചിട്ട് അതൊന്ന് പരത്തിയെടുക്കാൻ പോവാണ്. 6 പത്തിരിക്കുള്ള ഉണ്ട നമ്മൾ ഉരുട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ഉണ്ട എടുത്ത് ഞാനിതാ ആദ്യം തന്നെ ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റ് നല്ല റൗണ്ടിലൊന്നും പരത്താനൊന്നും അറിയില്ല. അപ്പോൾ അറിയുന്നവർ കറക്റ്റാക്കിയിട്ട് പരത്തിക്കോളോ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ നല്ലപോലെ മാക്സിമം ഒന്ന് പരത്തിയിട്ടെടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാനത് ഏകദേശം ഒരു റൗണ്ടാക്കിയിട്ട് പരത്തിയെടുത്തു. അതുപോലെ ഞാൻ ബാക്കിയെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മൾ വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ നമ്മുടെ ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓരോ ചപ്പാത്തികളായിട്ട് ചുട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓൺ ആക്കുകയാണ് ആദ്യം തന്നെ. അങ്ങനെ നമ്മുടെ പാൻ ചൂടായി വന്നപ്പോൾ ഞാനിതാ ഒരു പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ മാക്സിമം ഒന്ന് ചുട്ട് കൊടുക്കുക. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മളെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. മുരിയല്ല, ഒരു സൈഡ് ഏകദേശം കുക്കായി വരുമ്പം നമ്മൾ അടുത്ത സൈഡും കുക്ക് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പത്തിരി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആവരുത്, ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ നമ്മളെ ഒരു പത്തിരി റെഡിയായി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ എല്ലാ പത്തിരികളും ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായി ഞാൻ മാറ്റി വെച്ചു. അതോടൊപ്പം തന്നെ ഞാൻ അടുത്തതും ഇട്ടു. അങ്ങനെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പത്തിരി നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചപ്പാത്തി എല്ലാം മൈദമാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിത് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഈ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ കഴിക്കാനേ അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി അതിനകത്തോട്ട് ഞാനത് സവാള, ഒരു 2 സവാള, വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒപ്പം ഒരു പച്ചമുളകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ചെറിയ സവാള ആണെങ്കിൽ നിങ്ങളൊരു 3 എണ്ണം വരെയൊക്കെ എടുത്തോളൂ. അപ്പം ഞാൻ 2 സവാള എടുത്തു, ഒരു പച്ചമുളകും എടുത്തു. അത് ചെറുതാക്കി അരിഞ്ഞതിനകത്തോട്ട് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ, നല്ല പേസ്റ്റാക്കിയിട്ടില്ല. അപ്പം അത് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒപ്പം തന്നെ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ടെടുക്കണം നമ്മൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ നമ്മുടെ സവാളയും ഇതൊക്കെ ഒന്ന് കളറ് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ഒരു 2 തക്കാളി, ചെറിയ തക്കാളി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതിയാവും. ചെറിയ തക്കാളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് ആഫ്രിക്കൻ മല്ലി, അതായത് നമ്മുടെ സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിച്ചപ്പല്ല ഇത് ആഫ്രിക്കൻ മല്ലിച്ചപ്പാണ്. നമ്മുടെ വീട്ടിൽ തന്നെ അമ്മ നട്ടു വളർത്തിയിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. ഈ മല്ലിച്ചപ്പിന് സെയിം ഫ്ലേവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, ഇല വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലേവറൊക്കെ സെയിം തന്നെയാണ്, അടിപൊളി മണവും ഒക്കെയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന്
വഴണ്ട് മിക്സായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ അതൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റേത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ തക്കാളിയായിരുന്നു, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് എനിക്ക്. അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് ഇതാ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇതിനകത്ത് കൂടുതലും നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. 3/4 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ആ മസാലപ്പൊടികളുടെയൊക്കെ കുത്തുമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിന് മെയിനായിട്ട് ഫ്ലേവർ കൊടുക്കുന്നത്. ഞാൻ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും തന്നെ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. അത് നല്ല പോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 150 ഗ്രാം ചിക്കൻ ഉണ്ടാവും ഇപ്പോൾ ഇത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുഞ്ഞിപ്പെണ്ണുണ്ട് കേട്ടോ. അവളാണ് ഈ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ല പോലെ തന്നെ ചിക്കനിലെല്ലാം നന്നായിട്ട് പിടിക്കണം, അതുവരേക്ക് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ ഇപ്പോൾ എല്ലാം നല്ല പോലെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മസാല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഉപ്പെല്ലാം കറക്റ്റായിരുന്നു, മസാലകളും ഒക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ അത് ഫില്ലിങ് അവിടെ റെഡിയായി. അത് ഞാനിത് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിത് ഫില്ലിങ് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗളെടുത്ത് അതിനകത്തോട്ട് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചു. ഇനി നമ്മളിതാ നമ്മുടെ ചിക്കൻ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തിട്ടെടുക്കാനുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പത്തിരിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു പാൻ തന്നെ മാക്സിമം എടുക്കുക, എന്നാൽ മാത്രമേ നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാനിത് ആദ്യത്തെ പത്തിരി മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മുക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ പാനിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് കുറേശ്ശെ ആയിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ, പക്ഷേ ഓവർ ഫില്ലിങ് വേണമെന്നില്ല. നമ്മൾ എല്ലാ ലെയേഴ്സിലും ഫില്ലിങ് ചേർക്കുമല്ലോ, അപ്പോൾ കുറേശ്ശെ ആണെങ്കിലും എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ പുറത്ത് ഞാനിതാ വേറൊരു പത്തിരിയും കൂടെ മുട്ടയിൽ മുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടും മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര പത്തിരിയാണോ ഉള്ളത് ആ പത്തിരി തീരുന്ന വരെ നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പം എനിക്കൊരു 6 പത്തിരിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 1.5 കപ്പ് മൈദയ്ക്ക് 6 പത്തിരിക്കുള്ള ഉണ്ടയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ള പത്തിരി തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പം ഇതാ ഞാൻ അടുത്തത് വെച്ചു, പിന്നെയും മസാല ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നല്ല രീതിയിൽ കിട്ടും. ആദ്യമേ ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാ ഞാൻ ലാസ്റ്റത്തെ പത്തിരി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സൈഡ്സൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കവർ ചെയ്യുന്ന പോലെ ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല മാതിരി എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ബാക്കി ബാലൻസ് വന്ന് നമ്മുടെ മുട്ട ആ ഒരു ബാക്കി ഉണ്ടല്ലോ, ആ ബാക്കി വന്ന മുട്ട സൈഡിലൊക്കെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 5 മുട്ട എന്തായാലും വേണം, എന്നാൽ മാത്രമേ നല്ല കവറായിട്ട് നിൽക്കുകയുള്ളൂ. അത് ഈ ഒരു 6 പത്തിരിയുടെ അളവിന് നമുക്ക് 5 മുട്ട വേണം കേട്ടോ. കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ മുട്ടയും കൂടെ വേണ്ടി വരും. അപ്പോൾ ഞാൻ സൈഡിലേക്കൊക്കെ ആക്കി എന്നിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്, അടിയിലേക്കൊക്കെ നന്നായിട്ട് മുട്ട ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ ഞാൻ എല്ലായിടത്തേക്കും ഏകദേശം എത്തിച്ച് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫുള്ള് നല്ല പോലെ ഒന്ന് കവറായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബലത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ മൂടി വെച്ചു. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടി വരില്ല, 5 മുതൽ 7 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ നമുക്ക് ഒരു വശം കുക്കായിട്ട് കിട്ടും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ സൈഡൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പത്തിരി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അടി ഏകദേശം സെറ്റായിട്ടുണ്ട് ഒരു വശം. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ വേറൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് നല്ലപോലെ ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തപ്പോൾ നമ്മളെ കണ്ടില്ലേ, അടിവശം നല്ല പോലെ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മറ്റേ വശം നമ്മളൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഈ സമയത്ത്. അങ്ങനെ നമ്മളെ അടിപൊളി ചിക്കൻ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരുപാട് പണിയൊന്നുമില്ല, നമ്മൾ വിചാരിച്ചാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പണിയേ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതാ വേറൊരു പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിക്കൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ബൈ ബൈ.